ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഫുഡ് പ്രിപ്പറേഷൻസിൻ്റെ. അപ്പോൾ ഞാൻ നേരത്തെ മറ്റേ വീഡിയോയിൽ പറഞ്ഞ പോലെ പത്തിരിക്കുള്ള പൊടി നമ്മൾ കുഴച്ച് ഇതുപോലെ എടുത്തിട്ട് പ്രസ്സിൽ അമർത്തി നന്നായിട്ട് പൊടി തട്ടി എല്ലാം അങ്ങനെ പരത്തി വെക്കുക. ഇനി പരത്തി വെച്ച പത്തിരി നമ്മൾ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കവറ് നമുക്ക് ഉപയോഗപ്പെടും എന്നുള്ളത്. അപ്പോൾ ആ പീസാക്കി വെച്ചിരുന്ന കവറ് ഇതേപോലെ ഓരോ പത്തിരി വെച്ചിട്ട് അതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുത്താൽ ഇതിൽ നനവ് വരുമോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമുക്ക് 2 ആഴ്ച അല്ലെങ്കിൽ അതിന് കൂടുതൽ ദിവസമൊക്കെ നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഞാൻ ഓരോന്നും അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മുകളിൽ ഒരു കവറും വെച്ച് ഇതിൽ ഇത്രയൊക്കെ ഉള്ളപ്പോൾ വേറൊരു കണ്ടെയ്നറിൽ കൂടി വെച്ചിട്ടുണ്ട്. ഇനി 1-2 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി ഉടയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ അത് കഴുകിയതിന് ശേഷം അതുപോലെ ഒന്ന് വരയിട്ട് കൊടുത്ത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. ഈ സമയം ഇത് ഞാൻ ആദ്യം ചെയ്ത പോലെ നമ്മൾ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പിസ്ത പേസ്റ്റും അതേപോലെ ബദാം പേസ്റ്റുമാണ് അതിൻ്റെ ക്യൂബ്സ് ഇതേപോലെ കവറിലേക്ക് മാറ്റി വെക്കുന്നത്. തക്കാളി ഇതേപോലെ ആദ്യം എടുത്ത് കഴുകാൻ വെക്കണം. ഉപ്പിട്ടിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതും ഇതേപോലെ കവറിലേക്ക് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചില്ലി ചിക്കനൊക്കെ പോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മാരിനേറ്റ് ചെയ്ത് ഇതേപോലെ സിപ്ലോ കവറിൽ ഫ്രീസറിൽ വെക്കുക. പിന്നെ കുറച്ച് ചിക്കൻ മാരിനേഷനൊന്നുമില്ല, അല്ലാതെ കറി വെക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ അതും കവറിലാക്കി വെക്കുന്നുണ്ട്. ഇനി വെന്ത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഇതേപോലെ പീൽ ചെയ്ത് മാറ്റിയതിന് ശേഷം അത് ഉടച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാവും, ചിക്കൻ സ്റ്റ്യൂ അല്ലെങ്കിൽ ഏത് സ്റ്റ്യൂ ആയാലും അതുണ്ടാക്കുമ്പോൾ അതേപോലെ ഇനി വേറെ എന്തെങ്കിലും കട്ട്ലറ്റോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇതേപോലെ ആക്കി മാറ്റി വെക്കാം. അപ്പോൾ ചൂട് പോകുന്നവരെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ തക്കാളി പ്യൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്താണ് സാധാരണ നമ്മൾ വേവിച്ചെടുക്കുക. പക്ഷേ ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കേടോ പുഴുവോ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാനെല്ലാം കട്ട് ചെയ്താണ് എടുക്കുന്നത്. വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇനി ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുള്ളൂ. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതും ഞാൻ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ രീതിക്ക് വേവിച്ച് ഇതേപോലെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചൂടാറിയ ഈ
ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റ് ഇതേപോലെ കവറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി തിളച്ച വെള്ളത്തിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ പൊട്ടാറ്റോസ് ഇടുക. അത് എന്നിട്ട് ചില്ല് വാട്ടറിലേക്ക് ഇടുക. ഇത് നന്നായിട്ട് വെള്ളം ഉപയോഗിക്കണം. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളം ഇതിൽ തന്നെ വരുന്നതാണ്. അതുപോലെ വെന്തോടെയാണ്. ഇനി ഇത് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട്. സ്മൂത്തായിട്ട് അരയണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി. ഇത് കുറേ ഉണ്ട്, 3 കിലോ തക്കാളി ഉണ്ട്. അപ്പോൾ കുറച്ച് ഞാൻ ഇതേപോലെ ഐസ് ട്രേയിൽ കുറച്ച് ക്യൂബ്സ് ആക്കിയിട്ട് പിന്നെ സിപ്ലോ കവറിലേക്ക് മാറ്റും. പിന്നെ ഇതാ ഞാൻ ട്രേ ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മുടെ മുട്ടയൊക്കെ എടുക്കുന്ന ട്രേയില്ലേ അതിലാണ് കുറച്ച് വെക്കുന്നത്. ബാക്കിയുള്ള ഇതുപോലെ 2 കവറിലാക്കിയിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വെള്ളമൊക്കെ മാറ്റി എടുത്തിട്ടുള്ള ഈ ചുവന്നുള്ളി ഇതേപോലെ നല്ലോണം പീൽ ചെയ്ത് കഴുകിയിട്ട് ഇതുപോലെ ഒരു തുണിയിൽ വിരിച്ചിടും. എന്നിട്ട് നന്നായിട്ട് തുടച്ചിടും. അത് നമുക്ക് ഇതുപോലെ കളറിലേക്ക് ആക്കി വെക്കാം. അതേപോലെ സലാഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രാവശ്യം തീരുമാനിച്ചാണ്. അപ്പോൾ അതിൽ ക്യാരറ്റും ക്യാബേജ് ഇതേപോലെ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ എടുക്കുന്നുണ്ട്. അതും കവറിലാക്കി സിപ്പോ കവറിലാക്കി വെക്കുക. പിന്നെ സവോള എനിക്ക് 3 ടൈപ്പിലേക്കാണ് വേണ്ടത്. അപ്പോൾ ആ രീതിക്ക് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ക്യൂബ്സ് ആയിട്ട് അങ്ങനെ ഇട്ട് നീളത്തിലും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. കുറച്ച് തേങ്ങ ഇതേപോലെ ചിരകിയിട്ട് അത് കവറിലാക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത സവാള നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് പാക്കിലേക്ക് ഇതിൽ കവറിലേക്ക് ആക്കിയത് മാറ്റുന്നത്. ഇത്രയൊക്കെയാണ് നോമ്പിന് വേണ്ടിയിട്ട് മീൽ പ്രിപ്പറേഷനായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ജോലിക്ക് പോകുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പോഴത്തേക്കും ബാങ്കൊക്കെ കൊടുക്കാനാവുമ്പോൾ ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമുക്ക് പണികൾ എളുപ്പമായിരിക്കും. അല്ലാത്തവർക്കും നമുക്ക് ഖുർആനൊക്കെ ഓതിയിരിക്കാനും നമസ്കരിക്കാൻ പോകാനൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം എളുപ്പമായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക.